الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങളിലൊന്നാണ് ഭക്ഷണമെന്നത്. ഒരു ചാൻ വയറിൻ്റെ വിശപ്പടക്കാനാണ് പല മനുഷ്യരും ഏത് ജോലിക്കും സന്നദ്ധരാകുന്നത്. എന്തിനും മുതിരുന്നതും ആ ഒരു കാരണം വെച്ചുകൊണ്ടാണ്. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വിശപ്പടക്കാൻ എന്തും തിന്നാം, എങ്ങനെയും തിന്നാം എന്ന നിലപാട് ഒരിക്കലും ഉണ്ടായിക്കൂടാ. മറിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എന്ന പോലെ ഭക്ഷണ കാര്യത്തിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. എന്ത് തിന്നണം, എന്ത് തിന്നുകൂടാ, എന്തെല്ലാം നമുക്ക് കുടിക്കാം, എന്തെല്ലാം കുടിച്ചുകൂടാ എന്നിങ്ങനെ അള്ളാഹു പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്ന നിയമശാസനകൾ അവിടെയും നമുക്കുണ്ട്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ അറിയിക്കുന്നത് പോലെ അസ്ലമ യുസ്ലിമു എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങുക എന്നാണ്. അഥവാ നമ്മുടെ എല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ കീഴ്പ്പെടുത്തി അള്ളാഹുവിൻ്റെ നിയമശാസനകളെ അംഗീകരിച്ച് അനുസരിച്ച് ജീവിക്കുന്ന ഒരു അടിമക്കാണ്, വിശ്വാസിക്കാണ് മുസ്ലിം എന്ന് പറയുക. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇസ്ലാമിൻ്റെ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ
ഒന്നാമതായി അത് ഹലാലായിരിക്കണം, രണ്ടാമതായി അത് ത്വയ്യിബായിരിക്കണം, മൂന്നാമതായി അത് ഉപദ്രവകരമാകുന്നതായിരിക്കരുത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 168-ാമത്തെ ആയത്തിൽ പറഞ്ഞ ആ വചനമാണ് തുടക്കത്തിൽ ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ഇതിന് സമാനമായി ഖുർആൻ പലയിടങ്ങളിലും ആവർത്തിച്ചു പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, ഭൂമിയിൽ നിന്ന് നാം നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്ന ഹലാലും ത്വയ്യിബുമായത്, അനുവദനീയവും വിശിഷ്ടവുമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ നിങ്ങൾ തിന്നുകൊള്ളുക. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, പിശാചിന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റി പോകരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, തീർച്ചയായും ആ പിശാച് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ് എന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. അപ്പോൾ ഒന്നാമതായി അള്ളാഹു അനുവദിച്ചതായിരിക്കണം. ഭൂലോകത്തുള്ള ഏത് കാര്യങ്ങളെ സംബന്ധിച്ചും ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്, ഉപദേശ നിർദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്ക് തിന്നാൻ പറ്റുന്ന എന്തിനെ സംബന്ധിച്ചും ഇസ്ലാമിന്റെ ബേസിക്കലി ഉള്ള നിയമം എന്താണ് എന്ന് ചോദിച്ചാൽ അൽ അസ്ലു ഫിൽ അത്ഇമതി അൽ ഹിൽ, ഭക്ഷ്യവസ്തുക്കളൊക്കെ അനുവദനീയം എന്നതാണ് ഇസ്ലാമിന്റെ ആദ്യ നിയമം അല്ലെങ്കിൽ അസ്ലിയായ നിയമം. ഫലാ യഹ്റുമു ശൈഉൻ ഇല്ലാ ബിദലീലിൻ ശർഈൻ, അള്ളാഹു സൃഷ്ടിച്ച എല്ലാം നമുക്ക് ഹലാലാണ് എന്നതിൽ നിന്ന് ആരെങ്കിലും അത് നിഷിദ്ധമാണ് എന്ന് പറയണമെങ്കിൽ അയാൾക്ക് കൃത്യമായ മതപരമായ തെളിവ് വേണം. തെളിവില്ലാത്തിടത്തോളം എന്തും നമുക്ക് അനുവദനീയമെന്ന അടിസ്ഥാനപരമായ ആ നിയമത്തിലേക്കാണ് മടങ്ങുക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വസ്തു ഹലാലാണോ ഹറാമാണോ എന്ന വിഷയത്തിൽ രണ്ടാളുകൾ തമ്മിൽ തർക്കമുണ്ടായാൽ ഹറാമ് എന്ന് പറഞ്ഞ ആളോടാണ് നമ്മൾ തെളിവ് ചോദിക്കേണ്ടത്. കാരണം അള്ളാഹ് പറഞ്ഞത് ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതൊക്കെയും നിങ്ങൾക്ക് വേണ്ടി നാം സൃഷ്ടിച്ചതാണ് എന്നാണ്. അള്ളാഹ് ആ സൃഷ്ടിച്ചതിൽ നിന്ന് നമുക്ക് വേണ്ടി തന്നതിൽ നിന്ന് ഇന്നത് പാടില്ല എന്ന് പറയണമെങ്കിൽ അതിന്റെ തെളിവ് കൊണ്ടുവരൂ എന്ന് നമ്മൾ പാടില്ല എന്ന് പറയുന്നവരോട് ആവശ്യപ്പെടണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം എന്ന രീതിയിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവോ അവന്റെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പാടില്ലാത്തതാണ്. നല്ലതൊന്നും അള്ളാഹുവും അവന്റെ റസൂലും നമുക്ക് നിഷിദ്ധമാക്കിയിട്ടില്ല. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചക ദൗത്യം പ്രതിപാദിച്ചുകൊണ്ട് ഖുർആൻ സൂറത്തുൽ ആറാഫിൽ പറഞ്ഞത് ശ്രദ്ധേയമാണ്. അവർക്ക് ഗുണകരമായിട്ടുള്ള വിശിഷ്ടമായ എല്ലാ സംഗതികളും അദ്ദേഹം അനുവദിച്ചു കൊടുക്കുന്നു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, അവർക്ക് മ്ലേച്ഛമായിട്ടുള്ള മോശമായിട്ടുള്ള സംഗതിയാണ് ആ പ്രവാചകൻ വിലക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഹറാമാണ് എന്ന് പറഞ്ഞ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാടില്ല എന്ന് നമ്മളെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ അത് സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഹറാമ് തിന്നാൽ, ഹറാമിന്റെ പിന്നാലെ നമ്മൾ പോയാൽ അതിന് ഒട്ടനവധി ദോഷങ്ങളുണ്ട്, അപകടങ്ങൾ പലതും വരാനുണ്ട്. അതുകൊണ്ടാണ് ആ കാര്യങ്ങളിലൊക്കെ വിശ്വാസികൾ ജാഗ്രത പാലിക്കണമെന്ന് പറയാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഹറാമിലൂടെ തിന്നു വളരുന്ന പരിപോഷിക്കുന്ന ഒരു ശരീരം, അതിന് നരകത്തിന്റെ തീനാളങ്ങളാണ് ഏറ്റവും അർഹപ്പെട്ടത് എന്ന ഹദീസിൽ കാണാം. അയ്യുമാ ലഹ്മിൻ, മറ്റൊരു റിവായത്തിൽ കുല്ലു ലഹ്മിൻ നബത മിൻ ഹറാമിൻ ഫന്നാറു ഔലാ ബിഹി, ഹറാമിലൂടെ വളർന്നു വരുന്ന ശരീരത്തിന്റെ ആ മാംസഭാഗങ്ങൾക്ക് നരകത്തീയാണ് ഏറ്റവും അർഹപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ പണ്ഡിതന്മാർ അതിന്റെ ഒരു ഗുട്ടൻസ്, അതിന്റെ ഒരു ഹിക്മത്ത് വിശദീകരിച്ചു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അത്വആമു യുഖാലിത്തുൽ ബദന വയുമാസിജുഹു, നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരവുമായി അതേപോലെ ബ്ലഡുമായൊക്കെ കൂടിക്കലരുകയും അതിൽ നിന്നാണ് നമ്മുടെ ശരീരം പുഷ്ടിപ്പെട്ട് വളർന്നു വരുന്നത്. വയൻബുതു മിൻഹു ഫയസീറു മാദ്ദതൻ വഉൻസുറൻ ലഹു, അപ്പോൾ എന്താണോ നമ്മൾ കഴിച്ചത് അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ശരീരം, നമ്മുടെ അവയവങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഫഇദാ കാന ഖബീസൻ ഫയസ്തൗജിബുൻ നാർ, മോശമായ വൃത്തികെട്ടതാണ് നമ്മൾ തിന്നതെങ്കിൽ, അള്ളാഹ് അനുവദിക്കാത്തതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്ന് പറഞ്ഞതാണ് നമ്മൾ അകത്താക്കിയതെങ്കിൽ അത് നരകത്തെ അനിവാര്യമാക്കുന്ന ഒരു പ്രവൃത്തിയാണ്.
വലിഹാദാ ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു ജിസ്മിൻ നബത മിൻ സുഹ്തിൻ, നിഷിദ്ധമായ മാർഗത്തിലൂടെ സമ്പാദിച്ച് നിഷിദ്ധമായ അള്ള വിലക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്ന് പറഞ്ഞ ഹറാമുകൾ തിന്നുകൊണ്ട് ആരുടെയെങ്കിലും ശരീരം വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഫന്നാറു ഔലാ ബിഹി, നരകമാണ് അതിന് ഏറ്റവും അർഹമായിട്ടുള്ളത് എന്ന് പറയാൻ കാരണം അതാണ്. വൽ ജന്നത്തു ത്വയ്യിബത്തുൻ, അതേപോലെ തന്നെയാണ് സ്വർഗം, അത് വിശുദ്ധമാണ്, വിശിഷ്ടമാണ്. ലാ യദ്ഖുലുഹാ ഇല്ലാ ത്വയ്യിബ്, വിശുദ്ധരായവരും വിശിഷ്ടമായതുമല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അപ്പോൾ നല്ലത് തിന്നാൽ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം. നിഷിദ്ധമാണ് നമ്മൾ തിന്നുന്നതെങ്കിൽ സ്വർഗത്തെ തൊട്ട് നമ്മളെ തടയുകയും നരകത്തിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഏത് ഘട്ടത്തിലും ഹറാമ് ഞാൻ തിന്നുകയില്ല എന്നൊരു പ്രതിജ്ഞ വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അതേപോലെ പടച്ച റബ്ബിൽ നിന്നും അവന്റെ കാരുണ്യത്തിൽ നിന്നും ഹറാമ് തിന്ന് ജീവിക്കുന്ന ആളുകൾ തടയപ്പെടും, അകറ്റപ്പെടും. അവരുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുകയില്ല, അനുഗ്രഹമുണ്ടാവുകയില്ല. മുഹിഖത്ത് ബറക്കത്തുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമായ രീതിയിൽ കച്ചവടം നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. അവർ ഭൗതികമായി കുറെ സമ്പാദിച്ചിട്ടുണ്ടാകാം, പക്ഷേ അതിൽ ബറക്കത്തില്ല. അള്ളാഹുവിന്റെ ആ ബറക്കത്ത്, അനുഗ്രഹം, ഖൈറ്, നന്മ അതിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ടാകും എന്നാണ്. അതേപോലെ നമ്മൾ ഏതെല്ലാം ഘട്ടങ്ങളിൽ പ്രയാസം നിറഞ്ഞ് പടച്ച റബ്ബിനോട് ചങ്ക് പൊട്ടി ദുആ ചെയ്താലും ആ ദുആ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഹറാമിലൂടെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ, നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതും ഉടുക്കുന്നതും എല്ലാം ഹറാമിലൂടെയാണെങ്കിൽ ദുആ സ്വീകരിക്കുകയില്ല എന്നതും വലിയ ദുരന്തമാണ്. ഇങ്ങനെ നിരവധി അപകടങ്ങൾ ഹറാമിലൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന, ഹറാമിലൂടെ സമ്പാദിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആ വിഷയത്തിൽ നല്ല ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഹദീസിൽ വന്നത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുകയാണ്, ഇന്നി ലഅൻഖലിബു ഇലാ അഹ്ലി, ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ ഫഅജിദു തംറത സാഖിതതൻ അലാ ഫിറാശി, എന്റെ വിരിപ്പിൽ ഒരു ഈത്തപ്പഴച്ചുള വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. സുമ്മ അർഫഉഹാ ലിആകുലഹ, അതെടുത്ത് തിന്നാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ച് വായിലേക്ക് കൊണ്ടുപോയപ്പോൾ സുമ്മ അഖ്ഷ, അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഭയപ്പെട്ടു, പേടിച്ചു, അൻ തകൂന സദഖ, അത് ഏതെങ്കിലും സദഖയായി വന്നതാണോ, എന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക് ആരെങ്കിലും സദഖയുടെ ഭാഗമായി കൊടുത്തയച്ചതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പ്രവാചക കുടുംബത്തിനും സദഖയുടെ മുതൽ പാടില്ല, നിഷിദ്ധമാണ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സക്കാത്തിന്റെ മുതൽ ശേഖരിച്ചു വെച്ചതിൽ നിന്ന് ചെറിയ കുട്ടികളായിരിക്കെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ കളിച്ച് ഒരു കാരക്കച്ചുള എടുത്ത് വായിലിട്ടപ്പോൾ അത് ദൂരെ നിന്ന് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചെന്ന് അവരുടെ വായിലേക്ക് വിരലിട്ട് അത് തുപ്പിച്ചു കളഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം, നമ്മൾ സക്കാത്ത് സംഘടിതമായി കൊടുക്കണം, അതേപോലെ തന്നെ അതിന്റെ നിയമങ്ങളെല്ലാം പറയുമ്പോൾ ആ ഹദീസ് നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എനിക്ക് നിഷിദ്ധമായ സദഖയുടെ വിഹിതമായിരിക്കുമോ അത് എന്നുള്ള ഭയത്താൽ ഫഅൽഖിഹ, ഞാൻ തിന്നാൻ വേണ്ടി എടുത്ത ഈത്തപ്പഴം വേണ്ട എന്ന് വെച്ച് നിലത്തേക്കിടും എന്നാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ സ്വഹീഹ് മുസ്ലിമിലൊക്കെ കാണുവാൻ സാധിക്കുന്ന ഹദീസാണത്. അതേപോലെ തന്നെ സ്വഹാബത്തിന്റെ ജീവിതം പരിശോധിച്ചാൽ നമുക്കത് കാണുവാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഭൃത്യൻ ഒരു ഹദിയ കിട്ടിയതിൽ നിന്നൊരു ഭാഗം തന്റെ പ്രിയങ്കരനായ അബൂബക്കർ എന്ന് പറയുന്ന യജമാനന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമായതുകൊണ്ട് തന്നെ അത് തിന്നു. ആ തിന്നുന്നതിനിടയിൽ ആ ഭൃത്യൻ പറഞ്ഞു, കുൻതു തകഹൻതു, ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്നറിയോ എന്നങ്ങനെ സ്വാഭാവികമായും അതിനൊരു വിശേഷം, ഒരു വർത്തമാനം പറഞ്ഞപ്പോൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്, കുൻതു തകഹൻതു ലി ഇൻസാനിൻ ഫിൽ ജാഹിലിയ്യ, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് എന്റെ ജാഹിലിയത്തിൽ ഞാൻ ഒരു മനുഷ്യന് ഒരു ജ്യോത്സ്യപ്പണി പറഞ്ഞു കൊടുത്തിരുന്നു. വമാ ഉഹ്സിനുൽ കിഹാന, എന്നാൽ അതിനെ സംബന്ധിച്ചൊന്നും എനിക്ക് കൃത്യമായ അറിവും ബോധവും ഉണ്ടായിരുന്നില്ല, ഞാൻ വെറുതെ അങ്ങ് വെച്ച് കാച്ചിയതാണ്. ഇല്ല അന്നി ഖദഅതുഹു, ഞാൻ വാസ്തവത്തിൽ അയാളെ കബളിപ്പിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു കൊടുത്ത കൂടോത്രത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജ്യോത്സ്യപ്പണി അത് കേട്ട് അയാൾ അങ്ങ് പോയി, എനിക്കതിനെ സംബന്ധിച്ച് അറിയുമായിരുന്നില്ല. ഫലഖിയനി,
അയാൾ പിന്നീട് എന്നെ കണ്ടപ്പോൾ ഫഅഅ്താനി ബിദാലിക്, അപ്പോ എനിക്ക് അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായി അയാൾ നൽകിയതാണിത്, ഇപ്പൊ നമുക്ക് കഴിച്ച ആ ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ഫഹാദല്ലദീ അകൽത മിൻഹു, അതാണ് താങ്കളും കഴിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഫഅദ്ഖല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യദഹു ഫഖാഅ കുല്ല ഷൈഇൻ ഫീ ബത്നിഹി, അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ വിരലുകൾ വായിലേക്കിട്ട് വയറ്റിലുള്ള എല്ലാം ഛർദിച്ചു കളഞ്ഞു. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണത്. അപ്പൊ അവരൊക്കെ ഹറാമ് തന്റെ ശരീരത്തിലേക്ക് കടക്കരുത് എന്ന് എത്ര കണ്ട് ജാഗ്രതയും സൂക്ഷ്മതയും ഉള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം ആ ശരീരം നരകത്തിന്റെ തീനാളങ്ങൾ നക്കിത്തുടക്കുന്ന ഒരു നാളെയെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ ബോധവും ആയതുകൊണ്ടാണ് അവർ ഭയന്നത്. അതുകൊണ്ട് തന്നെ സലഫുസ്സാലിഹ്യങ്ങളുടെ ചരിത്രത്തിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാത്രം ചരിത്രമല്ല, മറിച്ച് സ്വഹാബികളിലെല്ലാം അതേപോലെ തന്നെ താബിഈങ്ങളിലെല്ലാം ഇമാമിയങ്ങളുടെ കാലഘട്ടത്തിലെല്ലാം നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. കാന റജുലു ഇദാ ഖറജ മിൻ മൻസിലിഹി, ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാൻ ഇറങ്ങിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടപാടുകൾക്കായി പോകുവാൻ ഇറങ്ങിയാൽ യഖൂലു ലഹു അഹ്ലുഹു, അദ്ദേഹത്തിന്റെ കുടുംബക്കാർ വീട്ടുകാർ വിളിച്ചു പറയും ഇയ്യാക വകസ്ബൽ ഹറാം, നിങ്ങൾ ഹറാമായ സമ്പാദ്യങ്ങളെ സൂക്ഷിക്കണം കേട്ടോ എന്ന് വാപ്പയോട്, ഭർത്താവിനോട്, സഹോദരങ്ങളോട് വീട്ടിലുള്ള സ്ത്രീകൾ പറയുമായിരുന്നു. കാരണം ഫഇന്നാ നസ്ബിറു അലൽ ജൂഅ്, വിശപ്പ് ഞങ്ങൾ സഹിച്ചുകൊള്ളാം, വലാ നസ്ബിറു അലന്നാർ, കത്തിയാളുന്ന നരകം ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പട്ടിണിയാണെങ്കിലും വെറും കൈയോടെ നിങ്ങൾ വന്നോളൂ, ഹറാമുകൾ കൊണ്ട് നിങ്ങൾ ഞങ്ങളെ തീറ്റരുത് എന്നവർ പറഞ്ഞിരുന്നു എന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൃത്യമായി അച്ചിട്ടതുപോലെ അതേപോലെ തന്നെ ഇന്ന് നമ്മൾ കാണുകയാണ്. എന്താണ്? ഹറാമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ട എന്ന് വിചാരിച്ചാലും നമ്മുടെ കൂടെയുള്ളവർ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നു. നിങ്ങൾക്ക് അന്ന് വാങ്ങിക്കൂടായിരുന്നോ? അങ്ങനെ സമ്പാദിച്ചുകൂടായിരുന്നോ? കാരണം ഇന്ന് ഇതൊക്കെ ആരാ ചെയ്യാത്തത് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? ലയഅതിയന്ന അലന്നാസി സമാൻ, മനുഷ്യന് ഒരു കാലഘട്ടം വരാനിരിക്കുന്നു മനുഷ്യന്മാർക്ക്. ലാ യുബാലിൽ മർഉ ബിമാ അഖദൽ മാൽ അമിൻ ഹലാലിൻ അം മിൻ ഹറാമിൻ. എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത? ലാ യുബാലിൽ മർഉ, ഒരാളും ഗൗനിക്കുകയില്ല, പരിഗണിക്കുകയില്ല ബിമാ അഖദൽ മാൽ, താൻ സമ്പാദിക്കുന്ന സമ്പാദ്യത്തെ സംബന്ധിച്ച്, തന്റെ സമ്പത്തിനെ കുറിച്ച്, അത് എനിക്ക് കിട്ടിയത്, എന്റെ കയ്യിലേക്ക് വന്നത് അമിൻ ഹലാലിൻ, ഹലാലായ മാർഗത്തിലൂടെയാണോ, എനിക്കത് ഉപയോഗിക്കാൻ അള്ളാഹു അനുവദിച്ചതാണോ, അം മിൻ ഹറാമിൻ, അതല്ല അള്ളാഹുവും അവന്റെ റസൂലും എന്നോട് വിലക്കിയ പാടില്ല എന്ന് പറഞ്ഞ തിന്മയുടെ വഴിയിലൂടെയാണോ എന്റെ സമ്പാദ്യം വന്നത് എന്ന് നോക്കാതെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്ന ചിന്ത പിടികൂടുന്ന ഒരു കാലം മനുഷ്യന് വരാനിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ കൃത്യമായി അങ്ങനെ തന്നെ വരുന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കണം. പടച്ചിറപ്പ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഹറാമിലൂടെയുള്ള സമ്പാദ്യം, അതിലൂടെ നമുക്ക് കിട്ടുന്ന ലാഭങ്ങളും വിഭവങ്ങളും അത് വലിയ നേട്ടങ്ങളാണ്, വലിയ മിടുക്കനാണ് നമ്മൾ എന്ന് ആരും കരുതേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറയാൻ, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, പടച്ച റബ്ബ് വിശുദ്ധനാണ്, അവൻ വിശുദ്ധമായതല്ലാതെ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, അല്ലാഹു അവന്റെ ദൂതന്മാരോട് കൽപ്പിച്ചതുപോലെ വിശ്വാസികളായ അവന്റെ ദാസന്മാരോട്, അടിമകളോടും കൽപ്പിച്ചിട്ടുണ്ട്. ഫഖാൽ യാ അയ്യുഹർ റുസുലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ, അല്ലയോ ദൂതന്മാരെ, നിങ്ങൾ വിശിഷ്ടമായത്, വിശുദ്ധമായത് തിന്നുക, വഅമലൂ സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ നന്നായി അറിയുന്നവനാണ് എന്ന് അള്ളാഹു അവന്റെ ദൂതന്മാരെ വിളിച്ച്, റസൂലുമാരെ വിളിച്ചു പറഞ്ഞു സൂറത്തുൽ മുഅ്മിനൂനിലെ 51-ാമത്തെ ആയത്തിൽ. ഇതേപോലെ വഖാൽ യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ വിശിഷ്ടമായത്, വിശുദ്ധമായത് തിന്നുക എന്ന് മനുഷ്യരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും സൂറത്തുൽ ബഖറയിലെ 172-ാമത്തെ ആയത്തിൽ. അതേപോലെ
വിശുദ്ധ ഖുർആനിൽ വീണ്ടും യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, നമ്മൾ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ ബഖറയിലെ തന്നെ 168-ാമത്തെ ആയത്തിലും വിശിഷ്ടമായത് അള്ളാഹു അനുവദിച്ചത് ഹലാലും ത്വയ്യിബുമായത് നിങ്ങൾ തിന്നുക എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞത് സുമ്മ ദക്കറ റജുല യുതീലു സഫർ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ദീർഘമായ യാത്ര പോവുകയാണ്. അശ്അത അഗ്ബർ, ആ ദീർഘമായ യാത്രയുടെ ഫലമായി അയാളുടെ മുടി ജടകുത്തിയിട്ടുണ്ട്, ശരീരത്തിൽ പൊടിപടലങ്ങൾ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിൽ അയാൾ കൈകൾ അള്ളാഹുവിലേക്ക് നീട്ടി യമുദ്ദു യദൈഹി ഇലസ്സമാ, കൈകൾ ഉയർത്തി അയാൾ പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബി യാ റബ്ബി, എന്റെ റബ്ബേ എന്റെ റബ്ബേ എന്ന് വിളിച്ച് ദുആ ചെയ്യുന്നു. ദുആക്ക് ഉത്തരം കിട്ടുവാനുള്ള ഒട്ടേറെ അനുകൂല ഘടകങ്ങൾ അവിടെയുണ്ട് എന്ന് ഹദീസ് ശ്രദ്ധിച്ച് വായിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. യാത്രക്കാരന്റെ ദുആ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അത് തട്ടൂല, അത് കേൾക്കും, അള്ളാഹ് സ്വീകരിക്കുമെന്ന്. അതേപോലെ തന്നെ ഒരു ഭൗതിക വിരക്തി, ദുനിയാവിനോടുള്ള ആർത്തിയില്ലാത്ത ഒരു രീതിയാണ് ആ ഹദീസിൽ കാണുന്നത്. കാരണം യാത്രയിൽ അദ്ദേഹത്തിന്റെ ശരീരമാസകലം പൊടിപടലങ്ങൾ പിടിച്ച് മുടി ജടകുത്തി അങ്ങനെ വല്ലാത്ത ഒരു പടച്ചവനിലേക്ക് അടുക്കുവാനുള്ള മനസ്സും സാഹചര്യങ്ങളുമുള്ള മനുഷ്യൻ കൈകൾ രണ്ടും റബ്ബിലേക്ക് നീട്ടി റബ്ബിനെ തന്നെയാണ് വിളിക്കുന്നത്, യാ റബ്ബി യാ റബ്ബ്. എന്നിട്ടും അയാൾക്ക് ഉത്തരം കിട്ടിയില്ല. എന്താണ് കാരണം? വമത്അമുഹു ഹറാം, അയാൾ ഹറാമ് തിന്ന മനുഷ്യനാണ്. വമശ്റബുഹു ഹറാം, അയാൾ കുടിക്കുന്നതും ഹറാമിലൂടെയാണ്. വമൽബസുഹു ഹറാം, അയാൾ ധരിച്ചിട്ടുള്ള വസ്ത്രം ഹറാമിലൂടെ ഉണ്ടാക്കിയതാണ്. വഗുദിയ ബിൽ ഹറാം, ആകെ ഹറാമിനാൽ ഊട്ടപ്പെട്ട മനുഷ്യൻ. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, പിന്നെ എങ്ങനെ അയാൾക്ക് ഉത്തരം കിട്ടാനാണ്? അപ്പോ നമ്മൾ ഹലാലായ ഭക്ഷണം കഴിച്ച് വിശുദ്ധമായ മനസ്സുമായി ആദർശവുമായി റബ്ബിലേക്ക് കൈകൾ നീട്ടിയാൽ ഒരിക്കലും റബ്ബ് തട്ടൂല. എന്നാൽ നമ്മൾ സൗകര്യപൂർവം ഹറാമ് തിന്ന് ഹറാമ് കുടിച്ച് ഹറാമിലൂടെ ഉടുത്ത് ഹറാമിലൂടെ സമ്പാദിച്ച് കേമന്മാരും കേമികളുമായി നടിക്കുന്നുവെങ്കിൽ പടച്ച റബ്ബിന് കൃത്യമായി അറിയാം. ആ റബ്ബിന്റെ അടുക്കലേക്ക് നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉഴറുമ്പോൾ വെപ്രാളപ്പെട്ടുകൊണ്ട് റബ്ബിനെ വിളിച്ചാൽ റബ്ബ് മൈൻഡ് ചെയ്യൂല എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ഹറാമ് വേണ്ട എന്ന് വെക്കാൻ നമുക്ക് സാധിക്കണം. കേവലം പന്നിമാംസമോ അല്ലെങ്കിൽ മദ്യത്തിന്റെ കുപ്പിയോ കൊണ്ടുവരുമ്പോൾ ഹറാമാണ് വേണ്ട എന്ന് മാത്രമല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഹലാല് എന്ന് നമുക്ക് തോന്നുന്ന ഭക്ഷണം തന്നെ ഹറാമായ മാർഗത്തിലൂടെ വരുമ്പോൾ, നമ്മൾ ജോലിയെടുക്കുന്നത് നമ്മൾ സമ്പാദിക്കുന്നത് നിഷിദ്ധമായ മാർഗത്തിലൂടെ ആണെങ്കിൽ, ആ വരുമാനത്തിലൂടെ വാങ്ങുന്നത് ഏറ്റവും നല്ല ഫുഡാണെങ്കിലും അത് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ശുദ്ധ നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഹറാമ് തിന്ന് വളരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആത്മീയത ആസ്വദിക്കുവാൻ സാധിക്കുകയില്ല, അവരുടെ മനസ്സ് കടത്തുപോയിട്ടുണ്ടാകുമെന്നാണ്. ഹലാവത്തുൽ ഈമാൻ, ഈമാനിനൊരു മാധുര്യമുണ്ട്, ഒരു ടേസ്റ്റ് ഉണ്ട്, അത് കിട്ടൂല. ഹറാമ് തന്നെ തിന്ന് ഹറാമിലൂടെ കുടിച്ച് ഹറാമിലൂടെ അങ്ങനെ മുഴുകി ജീവിക്കുന്ന ആളുകൾ, ഞാനും മുസ്ലിം സൊസൈറ്റിയിൽപ്പെട്ട കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് എന്ന് വരുത്താൻ വേണ്ടി പള്ളിയിൽ വന്ന് സുജൂദ് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഹറാമാണോ അയാളുടെ ജീവിതത്തിൽ, രക്തത്തിൽ, മജ്ജയിൽ, മാംസത്തിൽ എല്ലാം പടർന്നു നിൽക്കുന്നത് എങ്കിൽ ആ ഈമാനിന്റെ മാധുര്യം അവർക്ക് നുകരാൻ സാധിക്കുകയില്ല എന്ന്. എന്നാൽ ഹലാലും ത്വയ്യിബുമാണ് നമ്മൾ തിന്നുന്നതെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഇതിന്റെ നേരെ വിപരീതം, നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കും. നമുക്ക് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാകും. നല്ല ഭക്ഷണത്തിന് വല്ലാത്ത സ്വാധീനം നമ്മുടെ സ്വഭാവങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, സംസ്കാരങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഖുർആനിന്റെ സൂചനകളിലൂടെ മനസ്സിലാക്കാൻ മുൻഗാമികളായ പണ്ഡിതന്മാർ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. കുലൂ മിനത്ത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹ, നമ്മൾ നേരത്തെ കേട്ട ആയത്താണ്. സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു അവന്റെ പ്രവാചകന്മാരോട്, ദൂതന്മാരോട് പറഞ്ഞത് നിങ്ങൾ വിശിഷ്ടമായത് നല്ലത് തിന്നുക, നല്ലത് പ്രവർത്തിക്കുക എന്നാണ്. നല്ലത് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിൽ തോന്നിയാലും അത് ചെയ്യാൻ മനസ്സിൽ തോന്നണമെങ്കിലും ചെയ്യാനുള്ള തൗഫീഖിനും എന്ത് വേണം? നമ്മുടെ അകത്ത് കിടക്കുന്നത് നല്ലതായിരിക്കണം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ദുർനടപ്പുകാരികളായ പെണ്ണുങ്ങൾ മുലയൂട്ടാൻ വേണ്ടി സന്നദ്ധരായി വരുമ്പോൾ അവർക്ക് മക്കളെ കൊടുക്കരുത്, അവരുടെ മുല കുടിക്കാൻ അനുവദിക്കരുത് എന്ന് പണ്ഡിതന്മാർ സലഫുസാലിഹ്യങ്ങൾ ഉപദേശിച്ചതായി കാണുവാൻ സാധിക്കും. അതേപോലെ ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത ആളുകൾ വേറെ ഏതെങ്കിലും നിലയിൽ അവര് വലിയ പ്രശസ്തരായിരിക്കും, പക്ഷേ അവരുടെ മുല കുടിച്ചു വളരാൻ നമ്മുടെ മക്കളെ അനുവദിക്കരുത് എന്ന ഉപദേശം കാണുവാൻ സാധിക്കുന്നതാണ്. കാരണം ആ മുലപ്പാലിലൂടെ വരുന്നത് കേവലം മുലപ്പാല് മാത്രമല്ല,
അതിലൂടെ ചില സംസ്കാരവും അതേപോലെ തന്നെ സ്വഭാവങ്ങളുമൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. സ്വഭാവത്തിൽ, പെരുമാറ്റങ്ങളിൽ, സംസ്കാരങ്ങളിലൊക്കെ അതിന്റെ സ്വാധീനമുണ്ടാകും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ മറ്റൊരു കാര്യം പറഞ്ഞു, വന്യമൃഗങ്ങളുടെ മാംസം തിന്നരുത് എന്ന് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. കൂർത്ത നഖങ്ങൾ വെച്ച് അതേപോലെ തന്നെ തേറ്റകൾ ഉപയോഗിച്ച് ഇരപിടിക്കുന്ന വന്യജീവികളും അപ്രകാരമുള്ള പക്ഷികളും നമ്മുടെ ഭക്ഷ്യ അനുവദനീയമായ ലിസ്റ്റിൽ അതില്ല, നിഷിദ്ധമാണ്, പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെയും ഹിക്മത്ത് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം, ആ മൃഗങ്ങളുടെ ഒരു സ്വഭാവം, ഒരു ക്രൂവൽ മെന്റാലിറ്റി, ഒരു ക്രൂരതയുടെ മനസ്സ് ഈ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്ന ആളുകൾക്ക് വന്നുചേരും എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ട് മനുഷ്യന്മാരുടെ കഴുത്തറക്കാൻ മടിയില്ലാത്ത ക്രൂരന്മാരായി മനുഷ്യന്മാർ മാറും എന്നുള്ളത് കൊണ്ടാണ് അത്രേ അത് നിഷിദ്ധമാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അതുകൊണ്ട് ഹലാൽ ആയിരിക്കണം, ത്വയ്യിബായിരിക്കണം. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ആരോഗ്യവും ജീവിതത്തിൽ ഖൈറും ബറക്കത്തുകളും ഉണ്ടാകും. അതേപോലെ തന്നെ ഹറാമിൽ നിന്ന് ഒഴിവായി അതുവഴി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കും. ഹലാലേ തിന്നുകയുള്ളൂ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ പടച്ചറബിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനും, നമ്മൾ ചെയ്യുന്ന സദക്കകൾ പോലും, നമ്മൾ നമ്മുടെ കുടുംബത്തെ തീറ്റിക്കുന്നത് പോലും നന്മകളായി പടച്ചറബ് സ്വീകരിക്കാൻ ഹലാലിലൂടെ ആയിരിക്കണം. ഹറാമിലൂടെ നമ്മൾ എത്ര കണ്ട് സമ്പാദിച്ച് എത്ര കണ്ട് സദക്ക ചെയ്താലും പള്ളി മൊത്തം തന്നെ പടുത്തു കൊടുത്തു, പക്ഷേ ഹറാമിലൂടെയാണ് സമ്പാദിച്ചതെങ്കിൽ അവിടേക്ക് കൂലിക്ക് വേണ്ടി ചെല്ലേണ്ടതില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണവും സമ്പാദ്യവുമെല്ലാം ഹലാലും ത്വയ്യിബുമായിരിക്കണം എന്ന കാര്യം ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 168-ാമത്തെ ആയത്ത്, സൂറത്തുൽ മാഇദയിലെ 88-ാമത്തെ ആയത്ത്, സൂറത്ത് അൻഫാലിലെ 69-ാമത്തെ ആയത്ത്, സൂറത്തുൽ നഹലിലെ 114-ാമത്തെ ആയത്ത്. ഇങ്ങനെ ഖുർആൻ നമ്മൾ വായിച്ചു പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം ഉണർത്തുന്നതായി കാണുവാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യം നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഭക്ഷണം മാത്രമല്ല നമ്മുടെ പാനീയങ്ങളാകട്ടെ, നമ്മൾ ധരിക്കുന്ന വസ്ത്രമാകട്ടെ, നമ്മുടെ സമ്പാദ്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നത് പോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശരീരത്തിന് ഹാനികരമാകുന്നതാകരുത്. നമ്മുടെ ശരീരത്തിന് അപകടങ്ങൾ ഉണ്ടാക്കുന്ന രോഗങ്ങളോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ജീവന് ഹാനി സംഭവിക്കുന്നതോ ആയ ഒരു ഭക്ഷ്യപദാർത്ഥം നമ്മൾ കഴിക്കുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ, ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഹറാമാണ്, ഒരു തെറ്റാണ് അയാൾ ചെയ്യുന്നത്. കാരണം ത്വയ്യിബായത് തിന്നണം, ഖബായിസുകൾ, മ്ലേച്ഛമായത്, മോശമായത് തിന്നരുത് എന്ന് പ്രത്യേകം പറയുമ്പോൾ തന്നെ ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാട് നമുക്ക് കാണുവാൻ സാധിക്കും. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. അപ്പോ അതുകൊണ്ടാണ് വിഷം അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മതപരമായി നിഷിദ്ധമാണ് എന്ന് പറയാൻ കാരണം അതിന്റെ ആ വ്യക്തിയുടെ ജീവനും ശരീരത്തിനുമൊക്കെ അപകടം വരുത്തും എന്നുള്ളത് കൊണ്ട്. വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത് എന്ന് ഖുർആൻ അനുശാസിച്ചിട്ടുണ്ട്. വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കൈകൾ നാശത്തിലേക്ക് കൊണ്ടുപോയിടരുത്. ഇതൊക്കെ ഖുർആന്റെ ഉപദേശങ്ങളാണ്. അതുകൊണ്ട് ഹാനികരമായ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിനോ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ മനസ്സിനോ ഒക്കെ അപകടങ്ങളും പരിക്കുകളും സംഭവിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് നിഷിദ്ധമാണ്. രണ്ട് തരമുണ്ട് ഹാനികരമായ വസ്തുക്കൾ. ഒന്ന്, അസ്ലിയായി തന്നെ അത് നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ് എന്നുള്ള ആ രീതിയിലുള്ള പദാർത്ഥങ്ങൾ. ഉദാഹരണത്തിന് വിഷം, അത് ഏത് മനുഷ്യൻ കഴിച്ചാലും അത് അപകടമാണ്, ജീവന് ഹാനി സംഭവിക്കും, അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് തകരാറുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് അത് നിഷിദ്ധമാണെന്നതിൽ തർക്കമില്ല. എന്നാൽ വേറെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ശരീരത്തിന് ഹാനികരമാകുന്ന കാര്യങ്ങളുണ്ട്. അതാണ് ചില രോഗികൾക്ക് ചില വസ്തുക്കൾ, ചില ഭക്ഷ്യവസ്തുക്കൾ തന്നെ മറ്റുള്ളവർക്ക് ഹലാലായിരിക്കും, പക്ഷെ ഡോക്ടർമാര് പറയും നല്ല ഷുഗർ കൂടി നിൽക്കുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം പഞ്ചസാര അല്ലെങ്കിൽ മധുരമടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അതൊരു ഡോക്ടറിന്റെ വർത്താനല്ലേ, അതൊന്നും വലിയ കാര്യമില്ല എന്നല്ല ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത്. മറിച്ച് അയാൾ ഹറാമു ഉപേക്ഷിക്കുന്നത് പോലെ ശരീരത്തിന് ഹാനികരമായത് ഉപേക്ഷിക്കൽ മതപരമായ ബാധ്യതയാണ്. നേരത്തെ പറഞ്ഞ ആയത്തുകളാണ് അതിന്റെ തെളിവ്. വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് കൂടുതൽ അപകടകരമാകുന്ന ഒരു വസ്തുവാണ് എന്ന അറിവും ബോധ്യവുമുള്ള നമ്മുടെ ജീവിതത്തിലൂടെ തന്നെ പലപ്പോഴും നമ്മൾ അനുഭവിച്ചൊരു സംഗതി, കിഡ്നി ഫെയിലർ ആയിട്ടുള്ള
ആഴ്ചയിൽ 2 തവണയും 3 തവണയും ഒക്കെ ഡയാലിസിസിന് പോകേണ്ടുന്ന ഒരു രോഗി, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യത്തിന്റെ മഹത്വവും വിലയും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെയുള്ള സംഗതികൾ ഉപയോഗിക്കരുത്. ഏതുപോലെയുള്ള വെള്ളം പോലും, ചായ പോലും, ജ്യൂസ് പോലും അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചെറിയ അളവേ അനുവദിക്കാറുള്ളൂ ഡോക്ടർമാർ. എന്നാൽ ആ സമയത്തും ഡോക്ടറെ കാണാതെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുകളുടെ സഹായത്തോടുകൂടി സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അകത്താക്കുന്നുവെങ്കിൽ പൊതുവിൽ അത് എല്ലാവർക്കും ഗുണകരമായ സംഗതിയല്ല. പലതരം മാരക രോഗങ്ങൾക്കും നമ്മുടെ ആന്തരിക അവയവങ്ങളായ പലതിനെയും തകരാറിലാക്കുന്ന സംഗതികളാണ് അതിലുള്ളത് എന്നുള്ളത് കൊണ്ട് മധുരമുള്ള സോഡകളും അതേപോലെ പാക്കേജ്ഡ് ഡ്രിങ്ക്സുകളും അങ്ങനെയുള്ള ഫുഡുകളും ഒക്കെ പരമാവധി ഒഴിവാക്കണം. ഒരു നിവൃത്തിയുമില്ലെങ്കിൽ മാത്രം കഴിക്കുക എന്ന അവസ്ഥയിൽ നിന്ന് മാറി അതൊരു സർവ്വസാധാരണ രീതിയായി നമ്മുടെ ഫുഡ് കൾച്ചർ മാറിയപ്പോൾ നമുക്ക് നിത്യരോഗികളാകേണ്ടി വന്നു. പകരം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പാനീയങ്ങൾ കുടിക്കാൻ, ശുദ്ധവെള്ളം, അതേപോലെ കരിക്കിൻ വെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം, അതൊക്കെയാണ് നമ്മൾ കുടിക്കുന്നതെങ്കിൽ അത് ശരീരത്തിന് യാതൊരു തകരാറും ഉണ്ടാക്കുകയില്ല എന്നാണ്. അതേപോലെ നമ്മുടെ ഒരു കൾച്ചറായി മാറിയിട്ടുള്ള പുറമെ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന എണ്ണക്കടികൾ വൃത്തിഹീനമായ സാഹചര്യങ്ങളിലായിരിക്കും ഒട്ടുമിക്കതും ഉണ്ടാക്കുന്നത്. കട തുടങ്ങിയ ആ തീയതി മുതൽ ഉപയോഗിക്കുന്ന എണ്ണയായിരിക്കും കരിയോയിലിനേക്കാൾ കറുത്തതായിരിക്കും നമ്മൾ അവിടെ ചെന്ന് നോക്കിയാൽ കാണുവാൻ. അതിലിട്ട് മുക്കിപ്പൊരിച്ചു വരുന്ന സംഗതി നമ്മൾ വളരെ ആവേശത്തോടു കൂടി, ചിലപ്പോൾ നോമ്പ് തുറക്കാൻ പോലും വലിയ ആവേശത്തോടു കൂടി തിന്നുന്ന ആ ഭക്ഷ്യപദാർത്ഥങ്ങൾ അപകടകരമാണ് എന്ന് വിവരമുള്ള ഡോക്ടർമാർ വിശദീകരിക്കാറുണ്ട്. അത് നമുക്ക് അറിയാഞ്ഞിട്ടോ കേൾക്കാഞ്ഞിട്ടോ അല്ല, നമ്മൾ ദേഹേച്ഛകൾക്ക് വഴിമാറി അറിവുകൾക്ക് നേരെ കണ്ണടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് വെളിച്ചെണ്ണയും ഒലീവും തവിടെണ്ണയും പോലെയുള്ള മായമില്ലാത്തതാണ് എന്ന് നമുക്ക് അറിയാവുന്ന അത്തരം ഓയിലുകൾ മിതമായ അളവിൽ ഉപയോഗിക്കുക എന്നാണ് ഡോക്ടർമാർ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ശരീരം സംരക്ഷിക്കുക എന്നത് ഇസ്ലാമികമായി നമുക്കൊരു ബാധ്യതയുള്ള കാര്യമാണ്, മതപരമായ ഒരു ഉത്തരവാദിത്തം കൂടിയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ദുശ്ശീലങ്ങളിൽ നിന്ന് മാറി ഹലാലും ത്വയ്യിബുമായിട്ടുള്ള, ശരീരത്തിന് ദോഷകരമല്ല എന്ന് നമുക്ക് ഉറപ്പുള്ള സംഗതികളായിരിക്കണം നമ്മുടെ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ, നമ്മുടെ മെനുവിൽ ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെ ശരിയായ ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടെങ്കിൽ നല്ല മനസ്സും നമുക്കുണ്ടാകും. നല്ല മനസ്സും നല്ല ശരീരവുമാണെങ്കിലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യാൻ സാധിക്കും. നല്ല മനസ്സുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ രോഗിയായി ഒന്നിനും വയ്യാതെ ഏതെങ്കിലും മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥ വന്നാൽ ജീവിതം തന്നെ ഒരു ഭാരമായി നമ്മൾ അനുഭവിക്കുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ റബ്ബിനോട് ആഫിയത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. അതേപോലെ നമ്മൾ ഇസ്ലാം പറഞ്ഞ ഈ ഒരു സംസ്കാരവും രീതിയും നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിലും ശീലിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. സത്യവിശ്വാസി ത്വയ്യിബും ഹലാലുമായിട്ടുള്ള, അതേപോലെ ശരീരത്തിന് ഹാനികരമല്ലാത്ത പദാർത്ഥങ്ങളാണ്, പാനീയങ്ങളാണ് ഭക്ഷണ പാനീയങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് പറയുമ്പോൾ അതിനോട് ആഡ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മദ്യപാനമാണെങ്കിലും പുകവലിയാണെങ്കിലും ഒരു മുസ്ലിമിന് ഒരു നിലയിലും അനുവദനീയമല്ല എന്ന് മനസ്സിലാക്കാൻ ആ ഒരൊറ്റ ഇസ്ലാമിന്റെ നിയമം കൃത്യമായി പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഹലാലും ത്വയ്യിബുമല്ല ഈ പറഞ്ഞ മദ്യവും പുകവലിയും. അത് ഹാനികരമാണ് എന്ന് അത് ഇറക്കുന്ന ആളുകൾ തന്നെ, അവരെ കൊണ്ട് തന്നെ സർക്കാർ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ടാകും. അത് നമ്മൾ വായിച്ചാൽ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടാവും. എന്നിട്ടും അത് കുടിക്കുകയും വലിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തു പറയും? അവരുടെ അറിവും വിവേകവും ഒന്നും അവർക്ക് ഫലപ്പെടുന്നില്ല, ഉപകരിക്കുന്നില്ല എന്നത് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ അറിവ് നാഫി ആകണം. നമ്മൾ മനസ്സിലാക്കിയ ജ്ഞാനങ്ങൾ, തിരിച്ചറിവുകൾ നമുക്ക് ഉപകരിക്കുന്നതാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്.
അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, ഉപകരിക്കുന്ന അറിവ് നീ എനിക്ക് തരണേ അല്ലാ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അതേപോലെ വഅഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ, ഞാൻ പഠിച്ചു മനസ്സിലാക്കിയ കാര്യം എനിക്കതൊരു യൂസ്ഫുൾ ആകാത്ത, ഉപകരിക്കാത്ത അവസ്ഥയിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ അത് മനസ്സിൽ ഓർത്ത് ദുആ ചെയ്ത് ഇത്തരം തിരിച്ചറിവുകളിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേഹേച്ഛകൾ, നമ്മുടെ കൊതിയും കൂട്ടുകാരും ഒക്കെ കൂടുമ്പോൾ നമ്മളെ ഈ കേട്ടതും പഠിച്ചതൊക്കെ അത് വേറെ വഴിക്ക് പോകും. നമ്മുടെ ആഗ്രഹങ്ങളും ഇച്ഛകളും മറ്റൊരു വഴിക്ക് വരും. അതേപോലെ തന്നെ ധാരാളിത്തം, ദൂർത്ത്, ഖുർആൻ പറഞ്ഞതാണ് കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നോ കുടിച്ചോ പക്ഷെ അതിര് വിടരുത്. നമ്മൾ ഓവർ ആകുന്നതിനനുസരിച്ചാണ് ഇന്ന് കാണുന്ന പല മാരകമായ രോഗങ്ങളും എന്നുള്ളതൊരു വസ്തുതയാണ്. വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ എത്രയോ ആളുകൾ അവർക്ക് മാരകമായ പല രോഗങ്ങളും സംഭവിച്ചിട്ടുണ്ട്, വന്നുപെട്ടിട്ടുണ്ട്. അതിനവരുടെ ഭക്ഷണശീലം ഒരു കാര്യമായ ഒരു മേജർ റീസണായി, അതിന്റെ ഒരു കാരണമായി വർത്തിച്ചിട്ടുള്ളത് അവരൊക്കെ സമ്മതിക്കും. രോഗികളായി കിടക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, എന്താണ് നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകാൻ കാരണം? ഞാൻ കൊക്കക്കോളയും പെപ്സിയും ധാരാളമായി കുടിക്കുന്ന ആളായിരുന്നു, ദാഹിച്ചാൽ പച്ചവെള്ളം കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ ലിറ്റർ കണക്കിന് ഞാൻ അടിച്ചു കയറ്റിയിട്ടുണ്ട് എന്ന് അയാൾ സത്യസന്ധമായി വിശദീകരിക്കുന്ന ആളാണെങ്കിൽ പറയും. പക്ഷെ നമ്മളത് കേട്ട് വന്നിട്ട് അയാൾക്ക് വേണ്ടി ചിലപ്പോൾ അവിടെ നിന്ന് സങ്കടമൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി നമ്മൾ കുടിക്കുന്നത് ആ സാധനമായിരിക്കും. ഇതേപോലെ നമ്മുടെ ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും കാര്യത്തിൽ കൃത്യമായ ഒരു അദബും മര്യാദയും മതപരമായ ചിട്ടവട്ടങ്ങൾ പാലിക്കുവാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും നമ്മുടെ നാടുകളിൽ രോഗം അധികരിക്കും, ഹോസ്പിറ്റലുകൾ വർദ്ധിക്കും. അതൊരു വ്യവസായമായി, ചൂഷണമായി ഇവിടെ നിലനിൽക്കുകയും ചെയ്യും. മറിച്ച് നല്ല രീതിയിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ അള്ളാഹ് നൽകുന്ന ആരോഗ്യം അത് ആഫിയത്തോടുകൂടി മരണം വരെയും നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്ന ചിന്തയാണെങ്കിൽ പടച്ചറബിനോട് തൗഫീഖിന് വേണ്ടി ദുആ ചെയ്തോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചോ എങ്കിൽ തീർച്ചയായും നമുക്കൊരു നല്ല ജീവിതം ദുനിയാവിൽ കിട്ടും. അതിലൂടെ പരലോകം നമുക്ക് പച്ചപിടിപ്പിച്ചതാക്കാൻ സാധിക്കുകയും ചെയ്യും അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി. അതേപോലെ ഭക്ഷണ മര്യാദകൾ പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ബിസ്മി പറഞ്ഞുകൊണ്ട് തിന്നാൻ, വലത് കൈകൊണ്ട് തിന്നാനും കുടിക്കാനും, കഴിഞ്ഞു കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതൊക്കെ ഒരു ഹോസ്പിറ്റലിലൂടെ ആഴ്ചയിൽ അല്ല, ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കയറിയിറങ്ങിയാൽ താന് പറയും, ആരോഗ്യത്തിന്റെ വിലയും മഹത്വവും ഒക്കെ മനസ്സിലാക്കുമ്പോൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നൽകിയ ഈ ദുനിയാവിലെ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ എല്ലാ നല്ലതും ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. ഒന്നും അള്ളാഹു നമുക്ക് നല്ലതായ കാര്യം വിലക്കിയിട്ടില്ല. പക്ഷേ നമ്മുടെ മോശമായ ഇടപെടലുകളിലൂടെ നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ് പല അബദ്ധങ്ങളും അപകടങ്ങളും എന്ന് തിരിച്ചറിഞ്ഞ് നാം തിരുത്തുവാൻ, നന്നാകാൻ തയ്യാറാവുക. തൗഫീഖിന് വേണ്ടി പടച്ചറബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും രക്ഷപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒന്ന് രണ്ട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് എൻ്റെ നാട്ടിൽ ഒരു സഹോദരൻ മരണപ്പെട്ടു. അതേപോലെ നമ്മുടെ ഷമീം സാഹിബിന്റെ ഒരു ബന്ധു ഹോസ്പിറ്റലിൽ കുറച്ച് സീരിയസ് ആയി കിടക്കുകയാണ്. അവർക്കും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മരിച്ച ആളുകൾക്ക് അവരുടെ ആഖിറം അതേപോലെ ഖബർ വെളിച്ചമാക്കി കൊടുക്കുകയും പരലോകത്ത് സത്യവിശ്വാസികളായ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. രോഗികളായിട്ടുള്ള ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും ആരോഗ്യവും അവർക്കും നമുക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ എല്ലാവരെയും അള്ളാഹു അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.